40,000 കിലോമീറ്റർ മാത്രം ക്രിസ്റ്റ വരുന്നുണ്ടല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണേ? വണ്ടി കുറെ തെരഞ്ഞുമ്പോ കിട്ടുന്നതാണ്. അടുത്തായിട്ട് ഒറിജിനൽ കേരള അല്ല വൈറ്റ് കളർ വാഹനം കേട്ടോ. ഇനിയിപ്പോ ഒറിജിനൽ കേരള ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യം. 12,20,000 2017 മോഡൽ. മാക്സിമം ലോൺ കിട്ടുമോ? നമ്പറായ ലോൺ. ഇത് റൈറ്റ് കുറവുള്ള ഓട്ടോമാറ്റിക് ആണ്. ഇതോ 2017 ജി ഓട്ടോമാറ്റിക് 1,44,000. ഒരു കഴിഞ്ഞ മാസം സർവീസ് ചെയ്ത വണ്ടി. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം. ഈ ഒരു ഫുൾ ഓപ്ഷൻ മുതൽ നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് വളരെ കുറച്ചൊക്കെ 14,40 നമുക്ക് കൊടുക്കുന്നത്. ഒരു റീപ്ലേസ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ക്രിസ്റ്റ ചാഗർ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി ക്രിസ്റ്റകളാണ്. 20ഓളം വാഹനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ G4 വേണോ, V വേണോ, Z വേണോ, ഓട്ടോമാറ്റിക്, മാനുവൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാ കളർ വേരിയന്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കഴിഞ്ഞ മാസം നമ്മൾ ഇതേ സ്ഥലത്ത് 20 ക്രിസ്റ്റയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ 90% വാഹനങ്ങളും സെയിലായിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് ഇതാ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 40,000 കിലോമീറ്റർ മുതൽ 90,000 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള വണ്ടികൾ വരെ ഇവിടെ റെഡി സ്റ്റോക്കാണ്. മാത്രമല്ല അധിക വണ്ടികളും ഓട്ടോമാറ്റിക് ആണ്. ഇനി ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നില്ലേ? ഞാൻ വെറുതെ സംസാരിച്ച് ലാഗാക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിദ്ദിഖ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? റാഹത്താണല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് നമ്മൾ സെയിൽസ് കാര്യങ്ങളൊക്കെ? സെയിൽസ് കുഴപ്പമില്ല, അൽഹംദുലില്ലാ കുഴപ്പമില്ല. 90% വണ്ടികൾ സെയിലായിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ഇതേ സ്ഥലത്ത് 20ഓളം വാഹനങ്ങളാണ് വെച്ച് ചെയ്ത്. അതിലത്തെ 90% വാഹനങ്ങളും സെയിലായിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഉഷാറാണല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ ടൊയോട്ടന്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടോ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മെക്കാനിക്കിന് കാട്ടാം, കമ്പനിന്ന് കാട്ടാം, എന്ത് വേണം ചെയ്യാം. എങ്ങനെ വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അല്ല ഡൽഹി പോലെ 5 മിനിറ്റ് കൊണ്ട് എല്ലാം നോക്കി പൈസ കൊടുത്ത് ആ പരിപാടി ഒന്നല്ല. ഓക്കെ, ഈ തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോട്ടെ. എങ്ങനെ വേണം ചെയ്യാം. അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള വീട്. കോഴിക്കോട് നരിക്കുനിയാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. വണ്ടിക്ക് മെക്കാനിക്കൽ പരമായിട്ട് അതുപോലെ തന്നെ ആക്സിഡന്റ്, റീപ്ലേസ്, ടോട്ടൽ ലോസ് അങ്ങനത്തെ വണ്ടികൾ ഒറ്റ വണ്ടിയില്ല. ഗ്യാരണ്ടി കറക്റ്റായി മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും അതിലും നല്ല വണ്ടികളാണ്. ഇപ്പൊ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്, 70,000 ഓടിയുണ്ട്, 82 ഓടിയുണ്ട്. കൂടുതൽ 1,00,000 അടുപ്പിച്ച് ഓടിയ വാഹനങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവർ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. കുറേ ഓട്ടോമാറ്റിക് ക്രിസ്റ്റകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് അങ്ങോട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ഓടിയ വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ ക്രിസ്റ്റ വരുന്നുണ്ടല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണേ? വണ്ടി കുറെ തെരഞ്ഞുമ്പോ കിട്ടുന്നതാണ്. കുറെ അന്വേഷിച്ചിട്ട് കിട്ടണായിരിക്കും അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? ഫസ്റ്റ് ഓണർ ആണ്. സിംഗിൾ ഓണർ, ഫുള്ള് കമ്പനി സർവീസ്. 40,000 അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. 40,000 ജെനുവിനായിട്ട് പറയാൻ പറ്റും. കറക്റ്റ് കിലോമീറ്റർ, എല്ലാം കറക്റ്റ് കിലോമീറ്റർ. തിരിക്കല് മറിക്കല് കാര്യങ്ങൾ ഒന്നുമില്ല. ഗ്യാരണ്ടിയിൽ നമ്മൾ ഫോളോസിന് കൊടുക്കാം. അതെ, കറക്റ്റ് ആയി കൊടുക്കാം. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. G4 അല്ലേ? ജി മാനുവൽ ആണ് വരുന്നത്. ടയേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 60% 80% ടയർ ഉണ്ടാവും. 80% ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റ് കവർ, ടച്ച് സ്ക്രീന്, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന 8 സീറ്റ് വാഹനമാണ് അല്ലേ? ഓക്കെ, എത്രയാണ് ഈ ഒരു മുതൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് 1360. 1360 NOC നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കാൻ ഒരു 180 ഇല്ല, 130 35 വരും. 135 ആ ലെവലേ വരുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അത്ര കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ലോണും ചെയ്യാം. നമ്പറായി കൊടുക്കുകയും ചെയ്യാം. നമ്പറായി കൊടുക്കാം. ബാങ്കിന്റെ അടിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്പർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തതായി നമുക്ക് 80,000 കിലോമീറ്റർ ഓടിയ വാഹനം കാണിക്കാം അല്ലെ? അപ്പോൾ നല്ല ക്വാളിറ്റി. 2018 ജി മാനുവൽ അല്ല ജി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ഓക്കെ, 82,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള. 82,000 ജെനുവിൻ ആണോ? ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി 8 സീറ്റ് വണ്ടി ആട്ടോ. 8 സീറ്റ് ഓട്ടോമാറ്റിക് G4 അല്ലേ? ടയർ 7 സീറ്റ് വണ്ടി വേറെ വരാനുണ്ട്. ഓക്കെ, സെയിം വണ്ടി 72,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേറെ വരാനുണ്ട്. ഓട്ടോമാറ്റിക് 7 സീറ്റ് വേറെ വരാനുണ്ട്. ടയർ ഒരു 90% ടയർ ഉണ്ട്. ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല എക്സ്ട്രാ നീറ്റ്. നമുക്ക് ഒന്നും നെഗറ്റീവ് പറയാനില്ല അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. AC, എയർ ബാഗ്, 8 സീറ്റ് ആണ് വാഹനം വരുന്നത്. ഇനി അടുത്തത് ഈ ഓട്ടോമാറ്റിക് വാഹനത്തിന് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് 15
15 കൊടുക്കാം, പ്രശ്നമില്ല. 15 ലക്ഷം രൂപ കൊടുക്കാം. അതെ അതെ. ഇനി നമ്പർ ആവാൻ ഏകദേശം ഒരു 1.60 ലെവൽ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ലോണും കിട്ടും കേട്ടോ. 15 ലക്ഷം രൂപക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം തരാൻ സാധിക്കും. അടുത്ത് നമുക്ക് ഏതാ കാണിക്കാം? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, അടുത്തായിട്ട് ഒറിജിനൽ കേരള വൈറ്റ് കളർ വാഹനം കേട്ടോ. ഇനിയിപ്പോൾ ഒറിജിനൽ കേരള ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. ഇത് ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 മാനുവൽ ആണോ? ജി മാനുവൽ. ഒറിജിനൽ കേരള. 92,000 കിലോമീറ്റർ ആകൂടിയുള്ളൂ. ജെനുവിൻ ആണോ? അതെ. വണ്ടിക്ക് മേജർ റീപ്ലേസ്മെന്റ്? ഒരു റീപ്ലേസ്മെന്റ്. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലാക്ക് കളർ സീറ്റർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന മുതൽ. എത്രയാണ് ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് 14,90 കൊടുക്കാം. 14,90,000 രൂപക്ക് ഒറിജിനൽ കേരള വൈറ്റ് കളർ, ഫാൻസി നമ്പർ 450. ഒന്നുമില്ല, ഒരു ഭാഗങ്ങളും റീപ്ലേസ് ഇല്ല. ഓക്കെ. ലോൺ ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. ലോൺ ഇനിയിപ്പോ നമ്പർ ആവാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഫുൾ ഓപ്ഷൻ നോക്കുന്നവർക്ക് Z ഓട്ടോമാറ്റിക്, അതും മുന്തിരി കളർ വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ഇത് ഏതാ മോഡൽ? 2016 Z ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ. 1 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള വണ്ടി, ജെനുവിൻ സർവീസ് ഉള്ള വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ടയർ എത്ര പെർസെന്റേജ് ഉണ്ട്? ടയർ ഏകദേശം ഒരു 60% ടയർ ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. കീലെസ് എൻട്രി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, 7 സീറ്റ്, അതും വിത്ത് ലെതർ സീറ്റോട് കൂടി വരുന്ന വണ്ടി. ഈ ഒരു ഫുൾ ഓപ്ഷൻ മുതലിൽ നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് വളരെ കുറച്ച് 14,40 നമുക്ക് കൊടുക്കുന്നത്. Z ഓട്ടോമാറ്റിക്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊണ്ട് കൊടുക്കാം. നമ്മൾ 8 വണ്ടി അവിടെ ഒരു കമ്പനി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-8 വണ്ടി പെട്ടെന്ന് കൊടുക്കേണ്ടിയുണ്ട്, അതിന് അഡ്വാൻസ് കൊടുക്കാൻ. 8 വണ്ടി ഒരുമിച്ചാ കൊടുക്കുന്നുള്ളൂ കമ്പനിയിൽ നിന്ന്. അത് ഒരുമിച്ച് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടി, അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു Z ഓട്ടോമാറ്റിക് കൊടുക്കാം. ഒരു പഞ്ചാബ് രജിസ്ട്രേഷനിൽ വരുന്ന 9,099 എന്നുള്ള ഫാൻസി നമ്പറോട് കൂടി വരുന്ന 9099 ഫാൻസി നമ്പർ അല്ലേ? ഇത് 2016 Z ഓട്ടോമാറ്റിക്. ഓക്കെ. 1,20,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉണ്ട്, റീപ്ലേസും കാര്യമില്ല, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി, എല്ലാം ഒറിജിനൽ. കിലോമീറ്റർ കറക്റ്റ് എത്രയായിരുന്നു? കറക്റ്റ് കിലോമീറ്റർ 120, 121 ഓടി ഉണ്ടാവും. ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാലോ, തിരിച്ചലും മറിക്കലൊന്നും ഇല്ല. ഇത് 2016 ലാസ്റ്റ് വണ്ടി കേട്ടോ, 9 മാസം വണ്ടിയാണ്. 2016 9 മാസം അല്ലേ? ഇന്റീരിയർ ഭാഗം വരികയാണെങ്കിൽ നല്ല അടിപൊളി ലെതർ സീറ്റ് കമ്പനി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC, അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇതിന് ആസ്കിന് എത്ര നമ്മള്? ഇത് നമുക്ക് 14,40 ഇതും കൊടുക്കാം. 14,40,000 രൂപ. ആ പറഞ്ഞ അതേ റേറ്റിന് Z ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം. അതെ. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ ക്രിസ്റ്റാരിൽ നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ നമുക്ക് ഈ ഒരു മുതലിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ബ്രോൺസ് കളർ ക്രിസ്റ്റ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2019. ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത്. ജി ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, റീപ്ലേസും കാര്യമൊന്നുമില്ല അല്ലേ? ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി, ഒറിജിനൽ. ടയർ എത്ര വരുന്നുണ്ട്? ടയർസ് കാര്യങ്ങളോ? ഇത് ടയർ ഏകദേശം വരുന്ന ഒരു 75% ടയർ വരുന്നുണ്ട്. 75% ടയർ വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിക്കുന്നു കേട്ടോ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് ലെതർ സീറ്റ് ആണ്, ടച്ച് സ്ക്രീൻ അഡീഷണൽ കമ്പനി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഒട്ടുമിക്ക ബേസിക് ഫീച്ചേഴ്സും വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് വരുന്നത്. എത്രയാണ് ആസ്ക് നമ്മൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി? നമുക്ക് 15,80 കൊടുക്കാം. 15,80,000 രൂപക്ക്. അതെ. ഓക്കെ. നമ്പർ ആവാൻ ഏകദേശം ഒരു 160 റേഞ്ചിൽ വരും. 170 ഉള്ളിൽ നമുക്ക് നമ്പർ ആയി എടുക്കാം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടാം. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2017 ജി ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ. ഓക്കെ. 1,44,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? കിലോമീറ്റർ പക്ക എല്ലാം കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി, എല്ലാം ഒറിജിനൽ. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ഫുൾ കട്ട ടയർ തന്നെ പറയാല്ലേ? ഒരു 90% മുകളിൽ ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റർ, 7 സീറ്റ് ആണ്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി അല്ലേ? എത്ര കൊടുക്കാം? ഇത് 14,20 കൊടുക്കാം. 14,20,000 രൂപ. ഈ നമ്പർ ആക്കാൻ ഏകദേശം ഒരു 1.5 അതിന്റെ ഉള്ളിൽ പ്രതീക്ഷ മതി അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടി. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വൈൻ റെഡ് പരിചയപ്പെടാം. അത് കണ്ടാൽ പെട്ടെന്ന് മുന്തിരി കളർ പോലെ തോന്നും, പക്ഷെ ഇത് വേറൊരു കമ്പനി വരുന്ന കളറാണ് അല്ലേ? ഓക്കെ. ഇത് മോഡല്? ഇത് 2017 ജി മാനുവൽ. ഇത് നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാം.
പൊട്ടിച്ചു ഇത് നമുക്ക് 12,20 കൊടുക്കാം. 12,20,000. 2017 മോഡല് 1,42,000 കിലോമീറ്റർ ഓടി വണ്ടി. ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എല്ലാ വണ്ടി ഹിസ്റ്ററി. ഈ 20 ക്രിസ്റ്റയ്ക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടി കറക്റ്റ് നമ്മൾ തിരിക്കലോ ഇല്ലാത്ത വണ്ടി എടുക്കലേ അല്ല. ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റർ അഡീഷണൽ 8 സീറ്റ് വണ്ടിയാണ്. 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല അടിപൊളി സീറ്റർ അല്ലേ? നിങ്ങൾ ചെയ്താണോ? അല്ല, അവിടെ ചെയ്താണല്ലേ? നല്ല അടിപൊളി സീറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. എത്രയാണ് നമ്മൾ 50,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവർ സെറ്റ് കാര്യമൊക്കെ ആയിട്ട് 12,20 കൊടുക്കാം. 12,20,000 രൂപ NOC കൊടുക്കാം. പ്രശ്നം 2017 മോഡല്. മാക്സിമം ലോൺ കിട്ടുമോ? നമ്പറായ ലോൺ കിട്ടും. ഏകദേശം ഫുൾ പൈസ തന്നെ കിട്ടും. കാരണം നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കണം. മാക്സിമം ലോൺ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ റൈറ്റ് ഓറിന് ഓട്ടോമാറ്റിക് ഉണ്ടോ കയ്യില്? ഇത് റൈറ്റ് ഓറുള്ള ഓട്ടോമാറ്റിക് ആണ്. ഇതോ 2017 G ഓട്ടോമാറ്റിക് 1,44,000 ഒരു കഴിഞ്ഞ മാസം സർവീസ് ചെയ്ത വണ്ടി. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണേ? ഇത് 12,90 രൂപ കൊടുക്കാം. 12,90,000 ഈ റേറ്റിന് കിട്ടും. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഡൽഹി കിട്ടൂല. അതെ, തീർച്ചയായിട്ടും. ഇത്രയും ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് തന്നെ റീപ്ലേസ് ഉണ്ടാവും. പക്ഷെ ഇതിന് അതുമില്ല. ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കാം. ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. 20ഓളം ക്രിസ്റ്റകളാണ് ഇവിടെ നിലവിൽ സ്റ്റോക്കുള്ളത്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുള്ള് കാണിക്കാത്തതാണ്. നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും കറക്റ്റ് ഡീറ്റെയിലോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ. മാത്രമല്ല ഒന്നും കൂടി നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോളി. ഇത് കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത വീട്. പമ്പിന് കുറച്ച് പുറത്തുനിന്നാണ് തീർച്ചയായിട്ടും. നമ്മൾ കോഴിക്കോട് നരിക്കുനിയാണ് നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ വരും. ഇനി ആർക്കെങ്കിലും ഇതുപോലുള്ള ക്രിസ്റ്റകൾ മാത്രമല്ല, ഫോർച്യൂണർ, അതുപോലത്തെ ഇന്നോവ, ചെറുവണ്ടികൾ എല്ലാ വാഹനങ്ങളും കണ്ടവർ ഇങ്ങോട്ട് പോന്നാൽ മതി. റേറ്റ് മാക്സിമം കുറച്ച് പൊട്ടിച്ച് തരും. ഈ പറഞ്ഞ പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല, ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇനി ലോൺ വേണ്ടവർക്ക് നമ്പർ അതിന് ശേഷം നമുക്ക് ലോൺ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.